അത് പോലീസ് നോക്കും. ഇല്ല 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 ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അല്ലല്ല, അങ്ങനെ അങ്ങനെ അത് ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങേക്ക് സംസാരിക്കണമെങ്കിൽ ബഡ്ജറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ശരിയായ നടപടിയല്ല. ബഡ്ജറ്റിനകത്തുനിന്ന് മാത്രം സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ പറ്റില്ല. ഇവിടെ UDF പറയാനുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ബഡ്ജറ്റ് വിഷയങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ രാഷ്ട്രീയ ചർച്ചയാണ് നടത്തി. അങ്ങ് അമേരിക്ക മുതൽ ശ്രീലങ്ക വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ വികസനം മുടക്കി ഒരു പരിപാടി UDFനില്ല. ജനങ്ങളോടൊപ്പമാണ് UDF. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ അതിന് മുമ്പുള്ള കാലം മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 10 വർഷത്തിന് മുമ്പ് KM മാണി എന്ന് പറയുന്നത് നിങ്ങളുടെ UDFന്റെ മന്ത്രി ഈ കേരളത്തിന്റെ ബഡ്ജറ്റ് വിറ്റ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. ഒരു അക്ഷരം പോലും CPM മിണ്ടിയില്ല. CPM ഉം LDFും BJPയും ബായ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ തെളിയിച്ചിരിക്കും. ഒരു മിനിറ്റ് ശബരിനാഥൻ, ഒരു മിനിറ്റ് ഇരിക്കണം. സുധീർ ഖാൻ ഇരിക്കൂ. ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. നേരത്തെ ആര്യ രാജേന്ദ്രൻ കാണിച്ചതിനേക്കാൾ കൂടുതൽ ധാർഷ്ട്യമാണ് ഇപ്പോഴത്തെ മേയർ കാണിക്കുന്നത്. UDF അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം. ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്താൻ ഭരണസമിതി തയ്യാറാണ്. നമസ്കാരം. അതിജീവിതമാരുടെ പേരും മറ്റ് വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും അതുകൂടാതെ മുൻ DGPയുമായ R ശ്രീലയ്ക്കെതിരെ ഇക്കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. മ്യൂസിയം പോലീസാണ് ഇത്തരത്തിലൊരു FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ ശ്രീലേഖ നിലവിലിപ്പോൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈയൊരു ചർച്ചയിൽ, അതായത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ UDF കൗൺസിലർമാർ നിലവിലിപ്പോൾ ശ്രീലേഖയുടെ വിഷയം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു ആളെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ കൗൺസിൽ ഇരുത്താൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് നിലവിലിപ്പോൾ UDF കൗൺസിലർമാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അത് പോലീസ് നോക്കിക്കോളും. അത് പോലീസ് നോക്കിക്കോളും. അത് പോലീസ് നോക്കും. ഇല്ല 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 ഇല്ല, ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അല്ലല്ല, അങ്ങനെ അങ്ങനെ അത് ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങേക്ക് സംസാരിക്കണമെങ്കിൽ ബഡ്ജറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ശരിയായ നടപടിയല്ല. ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ സംസാരിക്കാം. അല്ലാതെ ഒരു കാരണവശാലും മൈക്ക് തരാൻ പറ്റില്ല. അല്ല, അത് പോലീസ് നോക്കും. പോലീസിന്റെ ജോലി ഹരികുമാർ ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസിന്റെ ജോലി ഹരികുമാർ ചെയ്യേണ്ട, അത് പോലീസ് നോക്കും. അതിന് ഹരികുമാർ അല്ല, UDF ശ്രീ ബഹുമാനപ്പെട്ട കൗൺസിലർ അല്ല, ആ വിഷയം UDF അത് പോലീസ് നോക്കിക്കോളും. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു നിമിഷം ഇരിക്കണം. അല്ല, മൈക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ ഇരിക്കണം. ആ NDAയുടെ അങ്ങനെ ഇരിക്കണം. മൈക്ക് കൊടുത്തിട്ടില്ല. ഇരിക്കൂ. കരമനടുത്ത് സജി ബാബർ കൊടുത്തിരിക്കൂ. പറയാം, ഒരു മിനിറ്റ് ഇരിക്കൂ. അല്ല, ഇത് നമ്മുടെ ഈ വിഷയം മാറി പോകണമെന്നുള്ള കാര്യമാണ്. അതായത് പറയാം, ഞാൻ മറുപടി പറയട്ടെ. അതൊക്കെ പറയാനുള്ള അവസരം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ രാഷ്ട്രീയ ചർച്ചയാണ് നടത്തി. അങ്ങ് അമേരിക്ക മുതൽ ശ്രീലങ്ക വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇത് ജനാധിപത്യ മര്യാദ കാണിച്ചിരിക്കണം. കാരണം ഇത് നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞാണല്ലോ. നിങ്ങൾ എന്തെല്ലാം നമ്മുടെ സെക്ഷനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടത് മനസ്സിലാവുന്നില്ല? ഓരോ നിങ്ങൾ വലിയ നിയമം പറഞ്ഞതല്ലേ. നിങ്ങൾ ആര് മറുപടി പറയണമെന്ന് നിങ്ങൾ നിശ്ചയിക്കും, ആര് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ നിശ്ചയിക്കും. പക്ഷേ നിങ്ങൾ അതെന്തുകൊണ്ട് മറ്റു മര്യാദ നിങ്ങൾ കാണിക്കുന്നില്ല? ഞാൻ പറയാം, നിങ്ങൾ മര്യാദ കാണിച്ച് നിങ്ങൾ സംസാരിക്കണം. സജി ഒരു മിനിറ്റ് ഇരിക്കൂ. UDF അംഗങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കൂ. നിങ്ങൾ താങ്കൾ ഒരു മിനിറ്റ് ഇരിക്കൂ. ശബരിനാഥൻ ഒരു മിനിറ്റ് ഇരിക്കണം. സുധീർ ഖാൻ ഇരിക്കൂ. ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാം. കേരള പോലീസും കോടതിയും നോക്കേണ്ട കാര്യങ്ങളിൽ ബഡ്ജറ്റ് ചർച്ചയിൽ അനുവദിക്കാൻ പറ്റില്ല. ഇന്നലെ ശ്രീ ഹരികുമാർ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനും ഡയസിൽ നിന്ന് തടസ്സം നിന്നിട്ടില്ല. ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ.
സാർ ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ്. നിയമങ്ങളും ചട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ചട്ടലംഘനമാണ് ഇവിടെ നടത്തുന്നത്. ഞാൻ പറയട്ടെ, അല്ല അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാണ് എൻഡിഎയുടെ. അദ്ദേഹം എൻഡിഎയുടെ പാർലമെന്ററി സംസാരിക്കാനുള്ള സമയമുണ്ട്, സംസാരിക്കാനുള്ള സമയമുണ്ട്. ഇവിടെ സംസാരിക്കാൻ മിണ്ടായി ചട്ടം സംസാരിക്കുന്നത് ചർച്ച നടത്തിണ്ടായിരിക്കല്ലേ, ചർച്ച നടത്തിയിട്ട് മിണ്ടായിരിക്കല്ലേ. ശബരിന് അതിന് 15 മിനിറ്റ് മൈക്ക് തന്നു. പാപ്പനംകോട് സജി എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അങ്ങേക്ക് 15 മിനിറ്റ് മൈക്ക് തന്നു. സജി സംസാരിക്കുന്നതിന് മുമ്പ് അങ്ങാണ് സംസാരിച്ചത്, ഞാൻ ഇടപെട്ടില്ല. ബഹുമാനപ്പെട്ട കൗൺസിലർ ഹരികുമാറിന് മൈക്ക് തരാം. പക്ഷേ ബഡ്ജറ്റ് പോലീസും കോടതി നോക്കേണ്ട കാര്യത്തിൽ ഇടപെടാനുള്ള അങ്ങ് ചോദിച്ചേട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഇവിടത്തെ ഏതെങ്കിലും ഒരു കൗൺസിൽ അംഗത്തിന് നിയമപരമായിട്ട് ഒളിച്ചല്ലോ എവിടെ ഇരിക്കുന്നത്, നിയമപരമായിട്ട് കൗൺസിലിനകത്തിരിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അത് പോലീസും കോടതിയും നോക്കും. അങ്ങ് ബഡ്ജറ്റ് ചർച്ചയുടെ ദിവസം ബഡ്ജറ്റിനകത്ത് ഒതുങ്ങിയുകൊണ്ട് അങ്ങേക്ക് എന്ത് സംസാരിക്കാം? അല്ലാതെ ജനാധിപത്യ മര്യാദയാണ്. വാർത്തയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വിളിച്ചു, അടുത്ത് ദീപജ്ജെ വിളിച്ചു. ബഡ്ജറ്റിനകത്ത് സംസാരിക്കണം. മൈക്ക് തന്നെ ഒരു കുഴപ്പമില്ല. 15 മിനിറ്റ് സംസാരിച്ചില്ലേ? പാപ്പനംകോട് സജീവ സംസാരിച്ചില്ലല്ലോ. അല്ല, ബഡ്ജറ്റിനുള്ളിൽ സംസാരിക്കാൻ ആർക്കോണോ മൈക്ക് തരാം? ബഡ്ജറ്റിനുള്ളിൽ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ മൈക്ക് തരാം. അല്ല, ഗൗരവമായ ബഡ്ജറ്റ് ചർച്ച UDF അംഗങ്ങൾ, ഞാനൊരു കാര്യം പ്രശ്നം, ഇത് തിരുവനന്തപുരത്തെ പാവപ്പെട്ട ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ നമുക്ക് കാണുന്ന ബഡ്ജറ്റാണ്. ദയവ് ചെയ്ത് UDF അംഗങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചർച്ച കൊണ്ടുപോകണം. അല്ലാതെ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് മരുന്ന് കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ചർച്ച എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞ മേരി ബുഷ് ഉൾപ്പെടെ പറഞ്ഞ സജഷൻസ് അംഗീകരിച്ചുകൊണ്ട്, തീരദേശ മേഖലയുടെ സജഷൻസ് ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടി ഭരണസമിതി തയ്യാറാണ്. സാർ ഒരു കാര്യം, ഇതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിൽപ്പന ചരക്കാണ്. അവർ ബഡ്ജറ്റ് വിറ്റ പാർട്ടിയാണ് ഈ UDF എന്ന് പറയുന്നത്. ബഡ്ജറ്റ് വിറ്റ പാർട്ടി, അതിന്റെ പേരിൽ ഈ കേരളത്തിൽ ഭരണത്തിൽ നിന്ന് പുറത്തുപോയ പാർട്ടിയാണ് ഈ UDF. അപ്പൊ അവർക്ക് ബഡ്ജറ്റിനെ കുറിച്ച് യാതൊന്നും പറയേണ്ട സാഹചര്യമില്ല. അവർ ഇത് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വിൽപ്പന ചരക്കാക്കുന്ന പാർട്ടിയാണ് ഈ UDF. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് KM മാണി എന്ന് പറയുന്നത് നിങ്ങളുടെ UDF-ന്റെ മന്ത്രി ഈ കേരളത്തിന്റെ ബഡ്ജറ്റ് വിറ്റ ചരിത്രമാണ് നിങ്ങൾക്കുള്ളത്. ആ ചരിത്രം നിങ്ങൾ മറക്കരുത്, അത് ഇവിടെ ആവർത്തിക്കരുത്. BJP അങ്ങനെയല്ല, നിങ്ങളത് ആലോചിക്കണം. BJP അങ്ങനെയല്ല. നമുക്ക് ജനാധിപത്യത്തോട് മര്യാദയുണ്ട്, ബഡ്ജറ്റിനോട് മര്യാദയുണ്ട്. ഈ ബഡ്ജറ്റ് പേപ്പറിനെ കേവലം ടോയ്ലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അവകാശമില്ലെന്നാണ് പറയുന്നത്. ശബ്ദം ഞാൻ പറയാം, ഒന്ന് പറയട്ടെ. ഭരണസമിതിയുടെ കൊടുക്കാം. അല്ല, ബഡ്ജറ്റിനകത്ത് ദിവസം തുടക്കത്തിലേ പറഞ്ഞു, ഇന്നത്തെ ദിവസം ബഡ്ജറ്റിനകത്ത് ചർച്ച ചെയ്യണം. ഇന്നത്തെ ദിവസം ബഡ്ജറ്റിനകത്ത് ചർച്ച ചെയ്യണം. ഇന്നത്തെ ദിവസം ബഡ്ജറ്റിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ശബരിനാഥൻ പറഞ്ഞ ഇടപെട്ടില്ലല്ലോ, മേരി ബുഷ് പറഞ്ഞ ഇടപെട്ടില്ലല്ലോ. സാധാരണക്കാരായ ആൾക്കാർക്ക് ഗുണം ലഭിക്കുന്ന ബഡ്ജറ്റിനെ തടസ്സപ്പെടുത്തുവാനുള്ള നീക്കമാണ് UDF-ന്റെ പ്രതിനിധികളുടെ ഭാഗത്തുള്ളത്. UDF അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം, ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണം, ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്താൻ ഭരണസമിതി തയ്യാറാണ്. അല്ലല്ല, NDA ഭരണപക്ഷ അംഗങ്ങൾ അങ്ങനെയുള്ള ശബ്ദങ്ങൾ, സഭയ്ക്കകത്ത് അങ്ങനെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കരുത്. ആരായാലും ഒരു കാരണവശാലും എനിക്ക് കേൾക്കില്ല. ചർച്ച ശ്രീ SP ദീപക് നേരത്തെ കൈയുയർത്തിയിരുന്നു, അദ്ദേഹത്തിന് തുടരാം. അല്ല, ഇന്ന് ഒരു ചർച്ചയും കൂടാതെ ബഡ്ജറ്റ് പാസ്സാക്കണമെന്നുള്ള ആഗ്രഹമാണ് BJPക്കുള്ളത്. മേയർ പറയുകയാണ്, അവർ പറയുന്നതനുസരിച്ച് സംസാരിക്കാനല്ല നമ്മൾ ജയിച്ചു വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ രാവിലെയുള്ള ഇന്നലെ ഞാൻ ഉന്നയിച്ച ബഡ്ജറ്റ് രേഖയിലെ കണക്കുകളുടെ തെറ്റുണ്ട് വിഷയം, ആ തെറ്റിൻ്റെ വിഷയം അവർ അംഗീകരിച്ചു. എന്നിട്ടും അംഗീകരിക്കാതെ കവലപ്രസംഗം നടത്തി രാഷ്ട്രീയം പറഞ്ഞു. ബഡ്ജറ്റിൻ്റെ ചർച്ച നടക്കുന്ന ദിവസം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അവർ പറഞ്ഞു, നമ്മൾ മറുപടി പറഞ്ഞു, നമ്മൾ രേഖകളും പറഞ്ഞു. ഞാൻ സംസാരിച്ചതിന് ശേഷം ഡെപ്യൂട്ടി ലീഡർ ശ്രീ മേരി പുഷ്പം കണക്കുകൾ തന്നെയാണ് ഉദ്ധരിച്ചത്. അതിനുശേഷം ഹരിച്ചേട്ടൻ സംസാരിച്ച് തുടങ്ങി.
ഇന്നലെ രാത്രി ഉണ്ടായ ഡെവലപ്മെൻറ്റ്, നമ്മളോടൊപ്പം കൗൺസിലുള്ള കൗൺസിൽ മെമ്പർ ശ്രീരേഖയ്ക്ക് ഒരു കേസിൽ പോലീസ് ചാർജ് FIR ഇട്ടു എന്ന് പറഞ്ഞ വിഷയം ഉന്നയിച്ചപ്പോൾ ബാക്കി പറയാൻ പോലും സമ്മതിക്കാതെ ഇവിടെ മൈക്ക് കട്ട് ചെയ്യുകയായിരുന്നു ഇവിടുത്തെ മേയർ. അതിന് അധികാരമാണ്. എന്നിട്ട് പറയുകയാണ് ബഡ്ജറ്റിനകത്ത് നിന്ന് മാത്രം സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ പറ്റില്ല. ഇവിടെ UDFന് പറയാനുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ബഡ്ജറ്റ് വിഷയങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്നൊരു ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഡെവലപ്മെൻറ്റിനുള്ള ഭാഗമായി നിൽക്കുന്ന ഒരാൾ കൗൺസിലർ ഇരിക്കുമ്പോൾ അത് സ്വാഭാവികമായും ചോദിക്കുവാനുള്ള അധികാരം നമ്മുടെ കൗൺസിലർക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പോയിന്റ് പറയുമ്പോൾ അത് സംസാരിക്കാൻ അനുവദിക്കാതെ ധിക്കാരപരമായി മൈക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി സംസാരിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ ബഡ്ജറ്റ് മാത്രം ഉൾക്കൊണ്ട് പറയുക എന്ന് പറയുന്ന രാഷ്ട്രീയം ശരിയൊന്നുമല്ല. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ബാക്കി ചർച്ചയിൽ പങ്കെടുക്കാതെ UDF വാക്കൗട്ട് നടത്തിയിരിക്കുകയാണ്. ശ്രീ ഹരിചേട്ടൻ ആ വിഷയം കൂടുതൽ പറയും. പാളയ ഹരികുമാർ. ജനങ്ങളുടെ വികസനം മുടക്കികൾ എന്നാണ് വിഷയം. ജനങ്ങളുടെ വികസനം മുടക്കി ഒരു പരിപാടി UDFനില്ല. ജനങ്ങളോടൊപ്പമാണ് UDF. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ അതിന് മുമ്പുള്ള കാലം മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പം നമ്മളെ സഭയിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ പോസ്കോ കേസിൽ പ്രതിയായി മ്യൂസിയം പോലീസ് കേസ് ചെയ്തിരിക്കുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം. അത്തരത്തിലുള്ള അംഗം സഭയിൽ ഇരിക്കാമോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഞാൻ ഉന്നയിച്ചുള്ളൂ. അതിൻ്റെ ഭാഗമായി മൈക്ക് ഓഫ് ചെയ്യുക. നേരത്തെ ആര്യ രാജേന്ദ്രൻ കാണിച്ചതിനേക്കാൾ കൂടുതൽ ധാർഷ്ട്യമാണ് ഇപ്പോഴത്തെ മേയർ കാണിക്കുന്നത്. മേയർ എങ്ങനെയെന്ന് വെച്ചാൽ ആൾക്കാരെ സുഖിപ്പിച്ച് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു. അത് നടക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM അതിന് അനുകൂലിച്ചിരിക്കുന്നു. CPM പോസ്കോ കേസിനകത്ത് പെൺകുട്ടികളുടെ കൂടെ അല്ല CPM. അവർ ഒരു അക്ഷരം പോലും CPM മിണ്ടിയില്ല. CPMും LDFും BJPയും ബായ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ തെളിയിച്ചിരിക്കുന്നു. ശ്രീലേഖ കൗൺസിൽ യോഗത്തിൽ ഇരിക്കരുത് എന്നാണോ UDFിന്റെ അങ്ങനെ ഒരാൾ ഇരിക്കുന്നത് ശരിയാണോ എന്നാണോ എൻ്റെ ചോദ്യം. ഇരുത്തരുതെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ശരിയാണോ എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടി തരാതെ പിന്നെ അവിടെ മൈക്ക് ഓഫ് ചെയ്യുക, പിന്നെ മേശയിലിട്ട് അടിക്കുക, ബഹളം ഉണ്ടാക്കുക. ഈ കേസ് വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല, സഭയ്ക്ക് യോജിച്ചതല്ല, ജനാധിപത്യത്തിന് യോജിച്ചതല്ല. എല്ലാം അറിയാമെന്ന് പറയുന്ന ശ്രീലേഖ IPS തന്നെ ഈ പല കേസുകളിൽ അതൊന്നും ഞാൻ പറയുന്നില്ല, വ്യക്തമാക്കുന്നത്. നിങ്ങൾ മാതൃഭൂമി പത്രമൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം. പുള്ളിക്കാരി തന്നെ അവരുടെ ആരാണോ ഇതിന് ആരോപണ വിധേയരായവർ അവരുടെ ആ കുട്ടികളുടെ പേര് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്തിരുന്ന് വന്നതല്ലേ പുള്ളിക്കാരി. പിന്നെ എങ്ങനെ പുള്ളിക്കാരി പറയും? അതിനെയാണ് ഞങ്ങളുടെ ഒരു കൗൺസിലറെ എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞത്. അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ ഇതുപോലെ നിസ്സാരം IPS ഉണ്ടെന്ന് പറയുകയും നേരത്തെ ഉള്ള കേസൊക്കെ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഉണ്ടെന്ന് പറയുകയും ഞാൻ ഇത്രയും വലിയ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ളതാണെന്ന് പറയുകയും എന്നാൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഇരിക്കണോ വേണ്ട തീരും നമ്മളല്ല. പക്ഷേ നമ്മൾ പറയേണ്ടത് സൂചിപ്പിക്കേണ്ടത് തെറ്റായിട്ട് തന്നെ സൂചിപ്പിച്ച് പോകാനാണ് UDF വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനാണോ തീരുമാനം? തീർച്ചയായിട്ടും വേണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. നമ്മൾ ഈ വിഷയം ഹൗസിൻ്റെ ഫ്ലോറിൽ ഉന്നയിച്ചതാണ്. അത് ഉന്നയിക്കുമ്പോൾ പോലും അത് പൂർണ്ണമായി ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ അസഹിഷ്ണുത എന്താണുള്ളത്? ഒരു പോക്സോ കേസ് പ്രധാനപ്പെട്ട വിഷയമല്ലേ. നമുക്ക് സഭയുടെ നിലപാട് അറിയണ്ടേ, മേയറുടെ നിലപാട് അറിയണ്ടേ. അതൊന്ന് കേൾക്കാൻ പോലും ഇരിക്കാനുള്ള അസഹിഷ്ണുത എന്താണുള്ളത്? അത് ശരിയൊന്നുമല്ല. അതിൽ പ്രതിഷേധിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ വിഷയം അത് ഗ്രാവിറ്റിയുള്ള വിഷയമാണെങ്കിൽ അത് പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകും. ഇപ്പം നമ്മൾ ഇറങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ സജിക്ക് അഭിപ്രായത്തിന് പറയാനായിട്ട് മൈക്ക് കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പറഞ്ഞിട്ട് പോലും മൈക്ക് കൊടുത്തില്ല. പുള്ളിക്കാരനും ഹരിചേട്ടനും അവിടെ അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. അതെ, എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് ശ്രീലേഖയ്ക്കെതിരെ മ്യൂസിയം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെ ഈ ബഡ്ജറ്റ് ചർച്ചയിൽ ഇവർ വന്നു ചേരുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് UDF കൗൺസിലർമാർ ഈ ഒരു വിഷയം ഉന്നയിച്ചത്. നിലവിലിപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. മേയർ അതിനോട് ഒരു മറുപടി നൽകിയത് വികസന പ്രവർത്തനങ്ങൾ, അതായത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ UDFിൻ്റെ കൗൺസിലർമാർ മുടക്കുന്നു എന്നാണ്. ഇതിന് പിന്നാലെ UDF കൗൺസിലർമാർ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൗൺസിൽ ബഹിഷ്കരിച്ചു പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. വരും ദിവസങ്ങളിലും ഈ ശ്രീലേഖയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ പ്രതിഷേധം ഉയർത്തും എന്നും നിലവിലിപ്പോൾ UDF കൗൺസിലർമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.